എല്ലാ ജുമുഅയുടെയും തുടക്കത്തിൽ അവിടുത്തെ ഖുതുബത്തുൽ ഹാജയുടെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന 3 ആയത്തുകൾ പാരായണം ചെയ്യാറുണ്ട്. അതിലൊരായത്താണേത്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. എവിടെയാണ് തഖ്വ? തഖ്വയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? അത്തഖ്വ ഹാഹുന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വ ഹൃദയത്തിനകത്താണ്. ഹൃദയത്തിൽ നിനക്ക് തഖ്വയുണ്ടോ? ഇത്തഖുല്ലാഹ്, ഖൽബിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ? വഖൂലു ഖൗലൻ സദീദ, നീ നല്ല വാക്ക് പറയുകയുമാണ്. ഹൃദയത്തിൽ തഖ്വ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വാക്ക് നന്നാവും. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാവും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. വദാലിക യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. ഇങ്ങനെ ഹൃദയത്തിൽ തഖ്വ നിക്ഷേപിക്കുകയും നല്ല വാക്ക് പറയുകയും അങ്ങനെ വാക്ക് നന്നാക്കുകയും പ്രവർത്തനങ്ങൾ നന്നാകുകയും ചെയ്യുന്ന അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാണ് മഹത്തായ വിജയം കൈവരിച്ചവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു.